നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല വാർത്തകൾ കേൾക്കുക. വിഷമങ്ങളും ദുഃഖങ്ങളും വ്യഥകളും എല്ലാം ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. അതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ആയുസ്സിന് തന്നെയാണ് ദോഷം. എന്ന് വെച്ചാൽ ദുഃഖിക്കുന്നതിനനുസരിച്ച് നമുക്ക് പല പല അസുഖങ്ങൾ, രോഗങ്ങൾ എല്ലാം ഉണ്ടാകും. അതുവഴി നമുക്ക് തന്നെയാണ് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതിനാൽ ഒന്നിനെയും ഓർത്ത് അധികം ദുഃഖിക്കാതെ വിധിയെ പഴിക്കേണ്ട കാര്യവുമില്ല. ഇന്നൊരു താഴ്ച ഉണ്ടായെങ്കിലും നാളെ അത് മാറി നല്ലൊരു പ്രകാശവും വെളിച്ചവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി വേണം മുന്നോട്ട് പോകാനായിട്ട്. വിഷമങ്ങളില്ലാത്തവരായി ആരുമില്ല. നമ്മുടെ ലോകത്ത് കോടീശ്വരരായി കാണുന്ന പല വ്യക്തികളും അവർ മാനസികമായിട്ട് പല വ്യതകൾ ഉണ്ട്. സാമ്പത്തികമായി വ്യതകൾ അനുഭവിക്കുന്നുണ്ടായവരില്ല. നമ്മുടെ കാഴ്ചയിൽ അങ്ങനെ കാണുന്നില്ലെങ്കിൽ പോലും മാനസികമായി ഒരുപാട് വ്യതകൾ, അതുപോലെ ശാരീരികമായി ഒരുപാട് വ്യതകൾ, അസുഖങ്ങളെല്ലാം അനുഭവിക്കുന്നവരാണ്. അതിനാൽ നമ്മൾ ആരെയും കുറച്ചോ വലിയവരായിട്ടോ അല്ലെങ്കിൽ ചെറിയവരായിട്ടോ ഒന്നും കാണണ്ട. എല്ലാവരും ദൈവത്തിൻ്റെ കണ്ണിൽ തുല്യരാണ്. അതിനാൽ അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട, ഒന്നിനെയും ഓർത്ത് വിഷമിക്കേണ്ട. നമ്മളെ ഇങ്ങോട്ട് അയച്ച് ഭഗവാൻ, വാകേറിയ ദൈവം വെറുതെയും തരുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് അയച്ച് ഭഗവാൻ അറിയാം എങ്ങനെ നമ്മൾ ജീവിപ്പിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതിനിടയിൽ തടസ്സങ്ങൾ ഒരുപാട് വന്നേക്കാം. ചിലപ്പോൾ ശത്രുദോഷമായിട്ടായാലും അല്ലെങ്കിൽ അങ്ങനെ പല പല തടസ്സങ്ങൾ. അതെല്ലാം മറികടക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കും. ദൈവത്തെ മാത്രം വിളിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക. ഏതൊക്കെയാണ് ഇഷ്ടദൈവങ്ങളെന്ന് വെച്ചാൽ അവയെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും. അതുമാത്രമേ ഉള്ളൂ എന്തിനും ശാശ്വതമായ പരിഹാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുതാത്ത സംഭവങ്ങൾ, അതായത് വീട്ടിൽ അമംഗളങ്ങൾ വരുത്തുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ്. മംഗളങ്ങൾ വരുത്തുന്നതുകൊണ്ട് അമംഗളങ്ങൾ വരുത്തുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ഉണ്ടാകരുതാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായിട്ട്, വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് രണ്ടിടത്ത് ഭക്ഷണം പാകം ചെയ്യൽ. അതായത് സഹോദരങ്ങളാണെങ്കിൽ പോലും ഒരു വീട്ടിൽ തന്നെ കഴിയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടായി രണ്ടിടത്തുള്ള ഭക്ഷണം പാകം ചെയ്യൊക്കെയായി. ഒരു വീട്ടിൽ തന്നെ ചില മാറി രണ്ടായിട്ട് തിരിഞ്ഞ് ഭക്ഷണം പാകം ചെയ്യുന്നത്, അത് ഒരിക്കലും ഒരു വീട്ടിൻ്റെ ഭാഗ്യത്തിന് അത് കോട്ടം തട്ടുവാൻ കാരണമാക്കുന്നതാണ്. അതിനാൽ രണ്ടിടത്തുള്ള പാകം ചെയ്യൽ, ഒരു വീട്ടിൽ തന്നെ രണ്ട് കുടുംബമായി തിരിഞ്ഞ് രണ്ട് രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ രണ്ട് രീതിയിൽ കഴിയുന്നത് അത് പാടില്ല. അത് വീടിൻ്റെ ഭാഗ്യത്തിന് ദോഷം അല്ലെങ്കിൽ ഭാഗ്യത്തിന് തടസ്സം ചെയ്യുന്ന കാര്യമാണ്. ചിതലും വലയും കെട്ടൽ. വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ തന്നെ ചില വീടുകൾ കണ്ടിട്ടുണ്ട്, ചിതലും വലയും കെട്ടി ചിലന്തിയൊക്കെ ആയിട്ട്. അത് വീട്ടിൽ നോട്ടക്കുറവിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. പിന്നെ കരിന്തിരി കത്തൽ. വിളക്ക് കത്തിക്കാൻ എല്ലാവരും ശുഷ്കാന്തി കാണിക്കും. പക്ഷേ വിളക്ക് കത്തിപ്പോൾ എത്ര നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ കരിന്തിരി കത്തി പുകയും വന്ന് ചില പിറ്റേന്നായിരിക്കും ചെന്ന് നോക്കുന്നത്. അപ്പോൾ അത് പാടില്ല. വിളക്ക് കത്തി ഒരു 7 മണിയൊക്കെ കഴിയുമ്പം തന്നെ ചിലത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് കത്തും. അപ്പോഴും ഇത്ര ഒരു സമയം കഴിയുമ്പോൾ അത് അണയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പായലും പൂപ്പലും ഒക്കെ വന്ന് കിടക്കുന്നത് അതും ദോഷമുള്ളതാണ്. പിന്നെ ഉമ്മറപ്പടിമേലിരുന്നാൽ അതും ദോഷം സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ പകലുറങ്ങുന്നതും ദോഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വീടിന് അമംഗളം വരുത്തുന്ന കാര്യങ്ങളാണ്. ദോഷം എന്ന് പറയുന്നത് ഭാഗ്യത്തിന് തടസ്സം സംഭവിക്കും. പകലുറങ്ങാൻ പാടില്ല, രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുകയും വേണം. നിത്യേന മുറ്റമടിക്കാതെ ഇരിക്കുന്നത് അതും വീടിന് ദോഷം, അതായത് വീടിൻ്റെ വരാനുള്ള ഭാഗ്യത്തിന് തടസ്സം സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകളുണ്ട്, വസ്തുക്കൾ വീട്ടിലിരുന്നിട്ട് മുറ്റത്തോട്ട് ഓരോന്ന് വലിച്ചെറിയും. അതായത് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ എന്തെങ്കിലും കഴിച്ച് മിഠായിയുടെ കവറായാലും കുട്ടികളായാലും എറിയും, അല്ലെങ്കിൽ വലിയവരെന്തെങ്കിലും കഴിച്ച് കപ്പലിൻ്റെയൊക്കെ പൊതിഞ്ഞോട്ട് വരും. എന്നിട്ട് അതിൻ്റെ പൊതി ഇങ്ങനെയുള്ള എന്തെങ്കിലും വീട്ടിലിരുന്ന് പുറത്തോട്ട് എടുത്ത് എറിയും. വീടിൻ്റെ വാതിലിൽ തന്നെ ആയിരിക്കും അത് കിടക്കുന്നത്. അതും വീട്ടിന് അമംഗളം വരുത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ വീട്ടിന് മുൻവശത്തിരുന്നിട്ട് മുറുക്കുന്നവരും, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പനിയൊക്കെ വന്നവർ കാക്കിച്ച് തുപ്പുന്ന ഒരു രീതിയുണ്ട്. അത് പുറത്തോട്ട് തുപ്പിയിട്ട് വീടിൻ്റെ അത് മറ്റുള്ളവർ വരുമ്പോൾ അവർ ചവിട്ടുമെന്നുള്ളതൊരു സൈഡ്. അതുപോലെ തന്നെ അതും ദോഷത്തിനും കാരണമാകുന്ന കാര്യങ്ങളാണ്.
പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് വഴക്കുണ്ടാകുന്ന വീടുകൾ ധാരാളമുണ്ട്. അത് കലഹങ്ങളും വീട്ടിൽ പാടുള്ളതല്ല. പിൻവശത്തുകൂടി സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകൽ, പിൻവശത്തുകൂടി ചിലപ്പോൾ ഇതിൽ പ്രശ്നം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒളിച്ച് തന്നെ ചില ആളുകൾ സാധനങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അത് പാടുള്ളതല്ല. ഉമിക്കരിയും ഉപ്പും കയ്യിൽ കൊടുക്കലും കളയുന്നത് ഒന്നും പാടുള്ള കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരം.